പ്രണയവും ദാമ്പത്യവും ചോരയിൽ മുങ്ങുമ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വളരെ വർഷങ്ങളോളം പ്രണയിച്ച ശേഷം വീട്ടുകാരുടെ എതിർപ്പിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് വിവാഹിതരാകുന്ന ദമ്പതികൾ കുറച്ചു കാലം ജീവിച്ച ശേഷം പരസ്പരം അകലുന്നു, അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, അവസാനം ബദ്ധശത്രുക്കളാവുന്നു, ഒടുവിൽ കൊലപാതകത്തിലേക്കോ ആത്മഹത്യയിലേക്കോ ഒക്കെ അത് കലാശിക്കുന്നു. അപ്പോൾ ഇത്തരം വാർത്തകൾ ഈ അടുത്ത കാലത്തായിട്ട് വളരെ അധികം വന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പത്രങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം? ഇതെങ്ങനെ ചെയ്യാൻ കഴിയുന്നു? സാധാരണ ഒരാൾ എപ്പോഴും തല പോഞ്ഞ് ആലോചിക്കുന്ന കാര്യമാണ്, ഒരു 8 കൊല്ലം പ്രണയിച്ച ഒരാളെ കഴുത്തറുത്ത് കൊല്ലാൻ നമുക്ക് കഴിയുമോ? ഒരു മനുഷ്യന് കഴിയുമോ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? എന്താണ് അതിൻ്റെ മനഃശാസ്ത്രം? അത് നമുക്കിന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ പ്രണയിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ ദമ്പതികൾ സ്ത്രീ പുരുഷന്മാർ പ്രണയിക്കുകയും അതുപോലെ വിവാഹിതരാവുകയും ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? പ്ലഷർ, സന്തോഷം. അപ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷം, ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം, സംതൃപ്തി ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് അവർ പ്രണയിക്കുന്നത്. പ്രണയിക്കുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും കിട്ടുകയും ചെയ്യും. കാരണം നമ്മൾ മറ്റേയാൾ പാർട്ട്ണർക്ക് ഇഷ്ടം പോലെ സ്നേഹം, കെയർ, സ്വാതന്ത്ര്യം, അവരുടെ ഇഷ്ടങ്ങൾ നോക്കുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ നമ്മുടെ പാർട്ട്ണറെ നമ്മൾ സന്തോഷിപ്പിക്കാമോ അത്രയും നമ്മൾ സന്തോഷിപ്പിക്കുന്നുണ്ട് പ്രണയത്തിൽ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. നമ്മുടെ പാർട്ട്ണർക്ക് ഇഷ്ടമല്ലാത്തൊന്നും ചെയ്യത്തില്ല. അവർക്ക് വേണ്ടി ഒരുപാട് സമയം മാറ്റിവെക്കും. അവരാഗ്രഹിക്കുന്നത് പോലെ കെയർ കൊടുക്കും. അവരാഗ്രഹിക്കുന്ന പോലെ ഫ്രീഡം, റെസ്പെക്റ്റും അവർക്ക് കൊടുക്കും. ഇതെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. നമുക്ക് കിട്ടുന്ന കെയർ, സന്തോഷം, അതുപോലെ തന്നെ സ്നേഹം, റെസ്പെക്റ്റ്, ഫ്രീഡം, ഇതെല്ലാം നമുക്ക് വേണം. പ്രയോറിറ്റി, ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇതെല്ലാം പ്രണയിക്കുമ്പോൾ ഇതെല്ലാം കൊടുക്കും. പ്രണയിക്കുമ്പോൾ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻസ് നമ്മുടെ പാർട്ണറാണ്. അപ്പം ഇത് നമുക്ക് വേറെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നറിയില്ല, നമ്മുടെ ലോകം മുഴുവൻ ഒരാളിലേക്ക് അങ്ങ് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും തോന്നും എൻ്റെ പാർട്ട്ണർക്ക് ഞാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പക്ഷേ വിവാഹിതരായി കഴിഞ്ഞ് ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവൾക്ക് ഞാൻ മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് പലരും ഉണ്ട്. അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരന് സഹോദരിയുണ്ട്, കൂടെ പഠിച്ച കൂട്ടുകാരുണ്ട്, കൂടെ ജോലി ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്, ബോസ് ഉണ്ട്. ഇങ്ങനെ കുറേയധികം ബന്ധങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാവും. ഇത് അടുത്തൊരുമിച്ച് ജീവിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതുവരെ വിചാരിച്ചിരുന്നത്, ആ പ്രണയകാലത്ത് വിചാരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല, എന്നെയാണ് ഏറ്റവും ഇഷ്ടം. ഈ തോന്നലുകളൊക്കെ തെറ്റാണെന്നും ഒക്കെ മനസ്സിലാവും. അതിനോടൊപ്പം തന്നെ ഉദ്ദേശിക്കുന്ന പോലെ കെയർ കിട്ടുന്നില്ല, സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. ഇതെല്ലാം മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നു. റെസ്പെക്റ്റ് കുറഞ്ഞു വരുന്നു. സംസാരിക്കുമ്പോൾ മോശമായ വാക്കുപയോഗിക്കുക, കുറ്റം കണ്ടുപിടിക്കുക, ചീത്ത വിളിക്കുക, ചിലപ്പോൾ ശാരീരികമായ ഉപദ്രവങ്ങൾ ചെയ്യുക. ഇങ്ങനെയെല്ലാം വരുമ്പോഴത്തേക്ക് പ്ലഷർ കുറഞ്ഞു വരും. അപ്പോൾ ഈ ബന്ധത്തിൽ വിള്ളലുണ്ടാവും. മാനസികമായിട്ട് രണ്ടുപേരും കൂടെ അകലും. ഇങ്ങനെ മാനസികമായിട്ട് അകലുമ്പോഴാണ് പുറത്തുള്ള ഫ്രണ്ട്സ് അതിലേക്ക് മൈൻഡ് പോകാൻ തുടങ്ങും. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടാവും. അതായത് ഈ നമ്മുടെ ആഗ്രഹിച്ചത് നേരത്തെ പ്രണയകാലത്ത് കിട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ദാമ്പത്യത്തിൽ കിട്ടാതെ വരുമ്പോൾ പുറത്തുള്ള ഫ്രണ്ട്സിൽ നിന്ന് കിട്ടാനായിട്ട് ശ്രമിക്കും. അത് വളരെ ഈസി ആയിട്ട് കിട്ടും. കാരണം ഫ്രണ്ട്ഷിപ്പിൽ അവർക്ക് പുറത്തുള്ളവർക്ക് നമ്മളുടെ മനസ്സിനെ കയ്യിലെടുക്കാനുള്ള താല്പര്യം ഉണ്ടാവും. അവർ എക്സ്ട്രാ കെയർ തരും, എക്സ്ട്രാ ഫ്രീഡം തരും. ഇത് സ്വാഭാവികമാണ്. ചിലപ്പോൾ അത് സെൽഫിഷ്നെസ് കൊണ്ട്, അവരുടെ ആഗ്രഹങ്ങൾ കൊണ്ടായിരിക്കാം. ഏതായാലും അതൊന്നും ഒറിജിനൽ ആയിരിക്കില്ല, അതിനകത്ത് വീണുപോകും. അങ്ങനെ ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് വരുമ്പോൾ പാർട്ട്ണർക്ക് മനസ്സിലാകും, എന്നോട് സ്നേഹം കുറയുന്നു, എന്നെ ചീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ റിവെഞ്ചായിട്ട് മാറും, പ്രതികാരമായിട്ട് മാറും. അപ്പോൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതിൻ്റെ അതേപോലെ പ്രതികാരവും വെറുപ്പും എല്ലാം കൊണ്ട് മനസ്സ് നിറയും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അമിതമായ വെറുപ്പ്, അമിതമായ പ്രതികാരം കൊണ്ട്, ആ വികാരങ്ങൾ കൊണ്ട് മനസ്സ് നിറയുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മുൻകോപം, ദേഷ്യം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴേ നമ്മുടെ ബോധം അങ്ങ് പോകും. അമിതമായി മുൻകോപം ഉണ്ടാകുന്ന സമയത്ത്, ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് ആരോടാണോ വെറുപ്പുള്ളത് അപ്പോൾ അവരെ കൊല്ലാനുള്ളൊരു മാനസികാവസ്ഥ വരും. കാരണം ഇതിൻ്റെ കൺസിക്വൻസ് ഒന്നും ആലോചിക്കത്തില്ല. ഇത് കഴിഞ്ഞ് ഇനി ജയിലിൽ കിടക്കണം, അല്ലെങ്കിൽ കേസ് വരും, ഞാൻ ഇനി പോലീസ് സ്റ്റേഷനിലും ജയിലിലും ഒക്കെ ആയിരിക്കും എൻ്റെ ജീവിതം. ഇതൊന്നും ചിന്തിക്കാനുള്ള ആ ലെഫ്റ്റ് ബ്രെയിനാണ് ചിന്തിക്കുന്നത്. ഈ പ്രണയിക്കുന്നവർ പൊതുവേ വലത് മസ്തിഷ്കത്തിന് പവർ കൂടിയ ആൾക്കാരാണ്. വികാരം മുന്നിട്ട് നിൽക്കുന്നവരാണ്. വിവേകത്തെക്കാട്ടി അവർക്ക് വികാരമാണ് മുന്നിൽ. അങ്ങനെയുള്ളവരാണ് കൂടുതലും പ്രണയത്തെ അകപ്പെടുന്നത്. അപ്പോൾ അവരെ വികാരജീവികളാണ്. അവർക്ക് പെട്ടെന്നാണ് അവർ തീരുമാനം എടുക്കുന്നതും പെട്ടെന്നാണ് വികാരം കൊണ്ട് പലതും ചെയ്യുന്നു. ഇതിൻ്റെ ഭവിഷ്യത്തുകളൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോൾ പെട്ടെന്നൊരു കൊലപാതകത്തിലേക്ക് അങ്ങ് പോകുന്നു. കാരണം അത് കഴിഞ്ഞാണ് പിന്നെ വേണ്ടായിരുന്നൊന്നും, എൻ്റെ ജീവിതം പോയി എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അവരൊന്നും ചിന്തിക്കുന്നില്ല. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, ഈ പുറത്തുള്ള ഫ്രണ്ട് കാമുകനായിട്ടോ കാമുകിയായിട്ടോ മാറുന്നു. ആദ്യം ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങും, പിന്നെ വല്ല കാമുകനാവും, കാമുകിയാവും. ആ ബന്ധം ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരും. അപ്പോൾ ഭാര്യയോ ഭർത്താവോ അതിനെ എതിർക്കാനായിട്ട് ശ്രമിക്കും. ഇത് സംശയത്തോടെ വീക്ഷിക്കും, പലപ്പോഴും എതിർക്കും, സംശയം പ്രകടിപ്പിക്കും. അപ്പോഴൊക്കെ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവും.
അപ്പോൾ ഈ പുറത്തുള്ള ബന്ധം ശക്തമായി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഭാര്യയോ ഭർത്താവിനെയോ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും. കാരണം അവരൊരു സ്വപ്ന ലോകത്തേക്ക് പോകും. എങ്ങനെ? നമ്മൾ നമ്മുടെ ഭാര്യയോ ഭർത്താവോ ഇല്ലാതെ വന്നാൽ നമുക്ക് സുഖകരമായ ഒരു ജീവിതം നയിക്കാം, അത് സ്വപ്നം കാണും, അങ്ങനെ ഒരു ഡ്രീം വേൾഡിലോട്ട് അങ്ങ് പോകും. അപ്പോൾ ആ ജീവിതമൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടു കഴിയുമ്പോൾ ഈ ലെഫ്റ്റ് ബ്രെയിൻ വർക്ക് ചെയ്യത്തില്ല, ബോധം അങ്ങ് പോകും. അപ്പോൾ ഇത് പോലീസ് പിടിക്കുമെന്നോ രണ്ടുപേരും അകത്താവുമെന്നോ രണ്ടുപേരും ജയിലിൽ പോകുന്നോ ഒന്നും ചിന്തിക്കുന്നത്, അതൊക്കെ ലെഫ്റ്റ് ബ്രെയിനാണ് ചിന്തിക്കുന്നത്. അതങ്ങ് മരവിച്ചു പോകും. കാരണം ഈ സ്വപ്ന ലോകത്താണ് ജീവിക്കുന്നത്. ഈ പുതിയ കാമുകനുമായിട്ട് അല്ലെങ്കിൽ പുതിയ കാമുകയായിട്ട് എനിക്ക് വളരെ മനോഹരമായ ഒരു ജീവിതം, ഈ ഭർത്താവിൻ്റെ ഭാര്യയുടെ കൂടെയുള്ള വഴക്കും വക്കാണും ഒക്കെ നിർത്തിയിട്ട് ആടിപ്പാടി വളരെ മനോഹരമായ ഒരു ജീവിതം എനിക്ക് കിട്ടും എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് പിന്നെ ഇതിൻ്റെ ഭവിഷ്യത്തൊന്നും ആലോചിക്കാതെ രണ്ടുപേരൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് ഭാര്യയെ ഭർത്താവിനെ കൊല്ലാനായിട്ട് അങ്ങ് തീരുമാനമെടുക്കും. ആ സമയത്ത് അവരൊരിക്കലും ചിന്തിക്കുന്നില്ല അഥവാ ഇത് പോലീസ് പിടിക്കുമോ. 99% കേസിലും പോലീസ് പിടിച്ചിരിക്കും, ആ കേസ് പിടിച്ചിരിക്കും. അതിന് ഇഷ്ടംപോലെ തെളിവുകളൊക്കെ ഇപ്പം ഈ മൊബൈൽ ഫോണിൻ്റെയൊക്കെ കാലത്തുണ്ടാവും. അങ്ങനെയുള്ളവരെല്ലാം ഇപ്പോൾ അകത്ത് കിടക്കുകയാണ്. ഇത് ഒരു മാസത്തിൽ തന്നെ 2-3 കേസാണ് ഇങ്ങനെ വരുന്നത്. പുറത്തുള്ള കാമുകൻ കാമുകിയായിട്ട് ചേർന്ന് ഭാര്യയോ ഭർത്താവിനെ കൊല ചെയ്യുക. അപ്പോൾ ആ സമയത്ത് അവരുടെ ബോധം വർക്ക് ചെയ്യുന്നില്ല. ഇതെൻ്റെ കുട്ടികളുടെ അച്ഛനാണ്, കുട്ടികളുടെ അമ്മയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെയൊക്കെ വേണമെങ്കിൽ നിയമപരമായിട്ട് ലീഗലി ഡൈവേഴ്സ് ആകാൻ ഒരു പ്രയാസവും ഇല്ല. അപ്പം നമുക്ക് ഒരാളുമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ ചേർന്ന് പോകുന്നില്ല. അതിനകത്ത് തെറ്റൊന്നുമില്ല. കാരണം ഒരു പ്രണയ സമയത്ത് ഒരിക്കലും ഒരാളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇയാൾ നമുക്ക് പറ്റുമോ പറ്റത്തില്ലയോ. അപ്പോൾ ആ വ്യക്തിയെ ഒഴിവാക്കണമെങ്കിൽ വളരെ നിയമപരമായ മാർഗങ്ങളുണ്ട്. നമുക്ക് അങ്ങനെ ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ലീഗലി മ്യൂച്വൽ പെറ്റീഷൻ കൊടുത്തൊഴിയാം, കോടതി വഴി ഒഴിയാം, എന്നിട്ട് നമുക്ക് വേറെ വിവാഹം കഴിക്കാം, ജയിലിൽ പോകേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ ഈ വികാരത്തിന് അടിമയാവുന്നു, അതാണ് പ്രശ്നം. അപ്പോൾ ഇത് എല്ലാം പ്രധാനമായിട്ടും അത് ഒഴിവാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇതിൽ ഈ ടോക്സിക് റിലേഷൻഷിപ്പായിട്ട് മാറുന്നു. പ്രണയകാലം കഴിഞ്ഞ് 5 കൊല്ലോ 6 കൊല്ലോ 10 കൊല്ലോ പ്രണയിച്ച ശേഷം വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ ഏതാനും ദിവസം കഴിയുമ്പോൾ തൊട്ട് ആ ബന്ധം ടോക്സിക് ആയിട്ട് മാറും. ടോക്സിക് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സന്തോഷം മറ്റേയാൾ ഭയങ്കരമായി ടോർച്ചർ ചെയ്യപ്പെടുന്നു. അത് കുറ്റപ്പെടുത്തലുകൾ, ദേഷ്യപ്പെടുന്നത്, പൊസസീവ്നെസ്. നീ എൻ്റെ മാത്രമാണ്, നീ സഹോദരനെ വിളിക്കാൻ പാടില്ല, നിങ്ങൾ സഹോദരിയോട് മിണ്ടാൻ പാടില്ല, നിങ്ങൾ അമ്മയോട് മിണ്ടാൻ പാടില്ല, അമ്മയുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കരുത്, നീ അച്ഛനെ ഒരുപാട് ഫോൺ ചെയ്യരുത്. ഇതെല്ലാം പൊസസീവ്നെസ്സും ഫ്രീഡം കട്ട് ചെയ്യുന്നതുമാണ്. അവിടെ തുടങ്ങി ടോക്സിക് റിലേഷൻഷിപ്പ്. അപ്പം വിവാഹം കഴിക്കുന്ന ദമ്പതികൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഈ വിവാഹ ജീവിതം ഒരിക്കലും ടോക്സിക് ആവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഭയങ്കര ഭാരം ബുദ്ധിമുട്ടുമായിട്ട് മാറാൻ പാടില്ല. അപ്പോൾ രണ്ടുപേരും പ്ലഷർ, സന്തോഷം, സംതൃപ്തി ഉണ്ടാവണം. അപ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? വിവാഹം ജീവിതത്തിലേക്ക് കടക്കുന്ന അന്ന് മുതൽ തന്നെ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം. നമുക്ക് കുറച്ച് അറിവുണ്ടായിരിക്കണം, നമ്മൾ കുറച്ച് തീരുമാനങ്ങൾ എടുക്കണം. വിവാഹ ജീവിതം അങ്ങനെ ഈസി ആയിട്ട് മുന്നോട്ട് പോകത്തില്ല. നമ്മുടെ പാർട്ട്ണറോട് നമ്മൾ നല്ല രീതിയിൽ റെസ്പെക്റ്റ് കാണിക്കണം. മ്യൂച്വൽ റെസ്പെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കെയർ കൊടുക്കണം. ഇത് പ്രണയിക്കുമ്പോൾ ഉണ്ട്, പക്ഷേ വിവാഹത്തിൽ അത് ശ്രദ്ധിക്കത്തില്ല. ജോലിയിലേക്ക് ശ്രദ്ധിക്കും, സ്വന്തം വീട്ടിലേക്ക് ശ്രദ്ധിക്കും, മറ്റു ഉത്തരവാദിത്തങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ പാർട്ട്ണറെ ഞാൻ കെയർ ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ റെസ്പെക്റ്റ് കൊടുക്കുക, കെയർ കൊടുക്കുക, ഫ്രീഡം. അവർക്ക് അവരുടെ ഡ്രസ്സായാലും അവരുടെ കോഴ്സായാലും അവരുടെ ജോലി ആയാലും അവരുടെ റിലേറ്റീവ്സിനോട് എങ്ങനെ ഡീൽ ചെയ്യണം, അവരെ എങ്ങനെ സഹായിക്കണം, ഇതൊന്നും നമ്മൾ ഇടപെടാൻ പാടില്ല. ഒരാൾക്കാരുടെ ബന്ധുവിനെ സഹായിക്കണം, അമ്മയെ സഹായിക്കണം, അച്ഛനെ സഹായിക്കണം, സഹോദരിക്ക് സാമ്പത്തിക സഹായം ചെയ്യണം, അത് നിങ്ങളുടെ ഇഷ്ടം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കാരണം മറ്റേ ആൾക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലേ അവർക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാൽ പിന്നെ സന്തോഷമില്ല. അപ്പോൾ ഇങ്ങനെ ടോക്സിക് ആകാതിരിക്കാൻ അവർ അമിതമായ പൊസസീവ്നെസ്, വിവാഹം കഴിച്ചു എന്ന് വിചാരിച്ച് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നമ്മളുടെ മാത്രമായിരിക്കണം, അവൾക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ടാകരുത്, സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകരുത്, ഫാമിലി റിലേഷൻഷിപ്പ് ഉണ്ടാകരുത്, അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ല. പക്ഷെ അതിനൊക്കെ ലിമിറ്റ് വേണം, അക്കാര്യങ്ങൾ പറയുകയും ചെയ്യാം. അങ്ങനെ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ ടോക്സിക് ആകാത്ത രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിപ്പിക്കത്തക്ക രീതിയിൽ ബന്ധം മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും ആ ബന്ധം ടോക്സിക് ആവുന്നതുമില്ല. അവിടെ എത്ര കാലം ജീവിച്ചാലും മതിയാവില്ല. അപ്പോൾ ആ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എത്രമാത്രം നല്ല ബന്ധമാണോ, മരിക്കുന്നതിൻ്റെ ആ മൊമെന്റ് വരെ അതേ രീതിയിലേക്ക് മനോഹരമായിട്ട് തന്നെ ഈ ബന്ധം പോകും. അപ്പോൾ ഇത്തരം കൊലപാതകങ്ങളിലേക്കും ഇത്തരം ആത്മഹത്യകളിലേക്കും ഒന്നും പോകത്തില്ല. ഇപ്പം ഈ അടുത്ത കാലത്ത് വന്ന വാർത്തകളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പല കേസിലും. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അഥവാ നമുക്ക് ചേരുന്ന ബന്ധമല്ല, നമ്മളുമായിട്ട് ചേർത്തില്ലെന്ന് നമുക്ക് വിവാഹത്തിന് ശേഷം മനസ്സിലായാൽ എത്രയും നേരത്തെ ലീഗലായിട്ട് അത് വളരെ ആലോചിച്ചിട്ട് പക്വതയോടെ തീരുമാനിക്കുക, നമുക്കിത് വേണ്ട, ഇത് ഒഴിവാക്കാം. അവിടെ കൊലപാതകത്തിൻ്റെ ആത്മഹത്യൻ്റെ ഒന്നും പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ സമൂഹത്തെയും ഈ പുറത്തുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രധാനമായ പ്രശ്നം. അപ്പോഴാണ് ഈ കൊലപാതകത്തിനും ആത്മഹത്യയ്ക്കുള്ള പ്രേരണ ഉണ്ടാകുന്നത്. അപ്പോൾ പുറത്തുള്ള ബന്ധങ്ങളിലേക്ക് ദമ്പതികൾ കഴിവതും പോകരുത്. തുടങ്ങുന്നത് ഫ്രണ്ട്ഷിപ്പിലാണ്. ഈ ഫ്രണ്ട്ഷിപ്പ് ഓരോ ദിവസം കഴിയും തോറും മൊബൈൽ ഫോണിലൂടെയുള്ള സംസാരവും ചാറ്റിങ്ങും മറ്റും ഇപ്പോൾ വളരെ എളുപ്പമായതുകൊണ്ട് അത് സ്ട്രോങ് ആയി വരും.
അതിനകത്ത് നല്ല വർത്തമാനങ്ങൾ, സ്നേഹവർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ ഇത് കൂടി കൂടി വരും. അവരിൽ ചില പുതിയ ക്വാളിറ്റി നമ്മൾ കാണും. അത് സ്ട്രോങ് ആകുമ്പോഴാണ് ഇത്തരം ദാരുണ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ കഴിവതും ദമ്പതിമാർ അത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് കുറയ്ക്കുക, അത് ലിമിറ്റ് വയ്ക്കുക, ഒരുപാട് സ്ട്രോങ് ആവാതെ നോക്കുക, നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ദാമ്പത്യ ബന്ധത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒട്ടും അത് ടോക്സിക് ആകാതെ, ഒട്ടും ഒരാൾ മറ്റേയാളെ ബുദ്ധിമുട്ടിക്കാതെ, രണ്ടുപേർക്കും ഒരുപോലെ ഹാപ്പിനെസ് ഡിറൈവ് ചെയ്യത്തക്ക രീതിയിലുള്ള പെരുമാറ്റവും സംസാരവും ആണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് മനോഹരമായിട്ട് തന്നെ ഇത് മുന്നോട്ട് പോകും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.